ഡാഡി കല്യാണത്തിന് പോകാൻ നല്ല മേക്കപ്പ് ഉണ്ടായി. അങ്ങനെ ഞങ്ങൾ ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞ് എല്ലാവരും നല്ല വിശന്ന് പൊരിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ പോണ ദിവസം വന്നു. വാപ്പ ഞങ്ങൾക്ക് നല്ല കുരുമുളക് പൊട്ടിച്ച് തന്നിട്ടുണ്ട്. ഹലോ ഹായ് അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മളെ ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പട്ടാമ്പേത്തെ വീട്ടിലേക്ക് പോകാൻ കേട്ടോ. ആദ്യമൊക്കെ ഞാൻ വീട്ടിലേക്ക് പോകാറുണ്ട് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ വീട്ടിലേക്ക് പോയി തുടങ്ങിയപ്പോൾ ഇപ്പോൾ എല്ലാ ആഴ്ചയും വീട്ടിലേക്ക് ഓരോ കാരണത്താൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ കോഴിക്കോട് നെമ്മിലൂട്ടിക്ക് ഒരു പരിപാടി ഉണ്ട്. അപ്പോൾ നമ്മൾ കോഴിക്കോട് ചെറിയൊരു ട്രിപ്പൊക്കെ അടിക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ പോണത്. അപ്പോൾ ഇന്ന് നമ്മൾ വീട്ടിലേക്ക് പോകും. നാളെ രാവിലെയാണ് കോഴിക്കോടേക്ക് പോകുന്നത്. അങ്ങനെയാണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഏകദേശം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നേരെ വീട്ടിലേക്ക് പോലെ സെറ്റപ്പ് ഉണ്ടാക്കട്ടെ കേട്ടോ. അല്ലേ ഞാൻ സ്ഥിരമായിട്ട് കുടിക്കുന്ന ഒരു മെഡിസിൻ ഉണ്ട്, അതൊക്കെ എടുത്തിട്ടാണ് പോണത്. നമ്മൾ വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ അത് കുടിക്കാൻ മറക്കുള്ളൂ. അതിനൊരു കണ്ടിന്യൂറ്റി നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല. ഇതിൻ്റെ ബ്രാൻഡും ഞാൻ പറയില്ല, പിന്നെ ഞങ്ങൾ പ്രൊമോഷൻ ആയിരിക്കും. പക്ഷെ ഞാൻ എൻ്റെ ഹെൽത്ത് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ നമ്മൾ ഒമേഗ 3 ഉണ്ടാവില്ലേ, അതും കുടിക്കാറുണ്ട്. ചെറിയ ഒരു ഗ്ലൂട്ടനൊക്കെ ഞാൻ എടുക്കാറുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടേ പിന്നുമ്പോൾ ക്ലാസ് കഴിഞ്ഞ് വന്നപ്പോൾ കുറേ പൈനാപ്പിൾ കൊടുത്തിരുന്നു. അപ്പോൾ പൈനാപ്പിൾ നല്ല ഉപ്പും മുളകൊക്കെ ഇട്ടിട്ട് വെച്ചിട്ടുണ്ട്. വീട്ടിലേക്ക് പോകുമ്പോൾ ഇതെന്തായാലും കൊണ്ടുപോവുകയും ചെയ്യാം. അപ്പോൾ നമ്മൾ ഇന്നുമോളൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഇത് ഉണ്ടാക്കുന്ന പ്രിപ്പറേഷൻ വീഡിയോ ഒക്കെ നമ്മൾ ഇന്നുമോളുടെ ചാനൽ കേട്ടോ. ഇന്നുമോൾക്ക് ചാനലുണ്ട് ഇന്നൂസ് അല്ലേ. ഇന്നുമോൾക്ക് പുതിയ ചാനൽ കൂടെ അറിയാത്ത കൂട്ടുകാർക്ക് വേണ്ടി പറയാൻ കേട്ടോ. എനിക്കിപ്പോൾ മറ്റേ പൈനാപ്പിൾ എടുത്തുകൊണ്ടിരിക്കുകയാണോ? കണ്ടപ്പോൾ കഴിക്കാൻ പുതിയ നീ എന്തെങ്കിലും വിട്ടതാ? ഇന്നുമോളുടെ ഈ ഒരു ചുരിദാർ നമുക്ക് പുറത്തേക്കൊക്കെ പോകുമ്പോൾ ഇടാൻ പറ്റിയ, നമ്മൾ ക്ലാസ്സിന് പോകുമ്പോൾ ഇട്ട് വന്ന ചുരിദാർ. ഇത് കോട്ടൺ ക്ലോത്താണ് അല്ലേ? നല്ല റയോണിന്റെ റയോൺ പ്ലസ് കോട്ടൺ മിക്സ് പോലത്തെ ക്ലോത്താണ്. ഫ്ലിപ്കാർട്ടിൽ നിന്ന് എടുത്തതാണ് ഈ ഡ്രസ്സ്. നല്ല അടിപൊളി ഷാൾ ഞാൻ എക്സ്ട്രാ ടോപ്പ് പാന്റ് മാത്രം. രസമായിട്ടുണ്ട്. നിങ്ങൾ നീങ്ങുന്ന ഞാൻ ആദ്യം വെക്കട്ടെ. നീ ഇപ്പം എന്താ ഈടായിട്ട് ഭയങ്കരമായിട്ട് മെലിഞ്ഞിരിക്കണല്ലോ. കുറേ പ്രേക്ഷകർ നിന്റെ മേക്കപ്പ് വീഡിയോ പിന്നെ നിന്റെ സ്കിൻ കെയർ ഇതൊക്കെ ചോദിക്കുന്നുണ്ട്. ഗൈസ് അങ്ങനെ പറഞ്ഞുതരാൻ എനിക്കറിയില്ല. കാരണം നമ്മൾക്ക് എല്ലാവർക്കും ഒരേ സ്കിൻ ടൈപ്പ് അല്ലല്ലോ. അതുകൊണ്ട് സ്കിൻ കെയർ ഞാൻ പറഞ്ഞു തരേണ്ടത്. ഞാൻ മെലിയാൻ കാരണം എന്താ വെച്ചാൽ കുറച്ചൊക്കെ ഞാൻ ഒരു ഡയറ്റ് നോക്കാൻ തുടങ്ങിയിട്ടുണ്ട്. വിത്ത് ദി ഹെൽപ്പ് ഓഫ് ഇംഗ്ലീഷ് വേണ്ടത്. ഞാൻ കുറച്ചൊക്കെ ഡയറ്റ് നോക്കാൻ തുടങ്ങിയിട്ട് ഞാൻ ഒറ്റക്കല്ല, എനിക്കൊരു ഹെൽപ്പിന് ഞാൻ ഒരു നമ്മൾ വെയിറ്റ് ലോസ് ക്യാമ്പയിന് പോലത്തെ സംഭവം ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ വെയിറ്റ് ലോസ് പ്രോഗ്രാമിൽ ഞാൻ പങ്കെടുത്തിട്ടാണ് ഞാൻ കുറച്ചൊക്കെ മെലിഞ്ഞുണ്ടാക്കിയിട്ടുള്ളത്. അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ അടുത്ത വീഡിയോയിൽ പറയാം അല്ലേ? യെസ്, നെക്സ്റ്റ് വീഡിയോയിൽ പറഞ്ഞുതരാം. എന്താണ് ഈ മുട്ടായി? നമ്മളിവിടെ നീർപ്പോളം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 3 ബാക്കി ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് വീട്ടിൽ കൊണ്ടുവച്ചിട്ട് നമ്മൾ അലുമിനിയം ഫോയിലിൽ മടക്കി എടുത്ത് വെച്ചതാണ്. ഇനിയിപ്പോൾ നമ്മൾ പാത്രത്തിൽ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ആ പാത്രം ഇടാവുന്നില്ല, കൺഫ്യൂഷൻ വേണ്ടല്ലോ അല്ലേ? ഒരു പാത്രം തന്നെ കൊണ്ടുവരുന്നുണ്ട്. നമ്മളെ സായിക്കുട്ടി ഒരുങ്ങി സുന്ദരനായിട്ടുണ്ട്. കാണിച്ച മുന്നേ നോക്കട്ടെ അമ്മ. സുന്ദരനായിട്ടുള്ളോ. ഓട്ടോ വരാൻ കുറച്ചുകൂടിയും വൈകും എന്ന് പറഞ്ഞ കാരണം കൊണ്ട് വീണ്ടും നമ്മൾ ഓട്ടോ നമ്മൾ കാത്തിരിക്കുക അല്ലേ? സായിക്കുട്ടിക്ക് യൂണോ കാർഡ് വെച്ചിട്ട് കുറേ മാജിക് അറിയാം അല്ലേ സായിക്കുട്ടിയെ? മാജിക് അറിയില്ലേ? സായിക്കുട്ടി ഇപ്പോൾ ഏറ്റവും പുതിയ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മളെ വീട്ടിൽ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ യൂണോ കാർഡ് എടുക്കും, മാജിക് കാണിച്ചു കൊടുക്കും. അതല്ല കുട്ടിയാ, ഫുഡ് എടുക്ക്. അതിൻ്റെ ഉള്ളിൽ ദോശയൊക്കെയാണ്, നടന്നൂട്. അപ്പോൾ നമ്മൾ നിനക്കും വ്ളോഗ് ഉണ്ടോടി? കൊള്ളാലോ. ഞങ്ങൾ പോവാണ്. എവിടെയെങ്കിലും പുറപ്പെടുന്നതിന് മുമ്പ് ലൈറ്റും ഫാനൊക്കെ ഓഫ് ആക്കിക്കണമെന്നുള്ളത് നമ്മൾ വീട്ടമ്മമാരെ ലൈറ്റും ഫാനൊക്കെ ഓഫ് ആണെന്നുള്ളത് വീട്ടിൽ വലിയ ആളാണല്ലോ നോക്കണ്ടത്. അപ്പോൾ അവർക്ക് നോക്കി പോയേക്കാം. ശബള ഉണ്ടല്ലോ, നമ്മളെ വീട്ടിലേക്ക് വണ്ടി കയറുമോ? ഇവിടെ നമ്മൾ കല്യാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അസൂട്ടൻ കല്യാണത്തിന് പോലെ കോസ്റ്റ്യൂമിലാണോ? നിങ്ങളെല്ലാരും കല്യാണത്തിന് പോലെ കോസ്റ്റ്യൂമിലാ? നീയും കൊള്ളാലോ. എല്ലാരും അല്ല കല്യാണത്തിന് എന്താ പരിപാടി? അവിടെ വല്ല പരിപാടി അവതരിപ്പിക്കാനോ? ആണോ? അന്നമ്മ കല്യാണത്തിന് പോകാൻ നെജിബിന്റെ നെജിന്റെ ഡിസൈൻ അത് അടിപൊളിയായിട്ടുണ്ട്. നല്ല ഡിസൈൻ ആയിട്ടുണ്ട്. ആ മനസ്സിലായി. ഡാഡി കല്യാണത്തിന് പോകാൻ നമ്മളെ നെബിലോട്ടേക്ക് അടിപൊളി ഡ്രസ് ഇട്ട്. അതെ ഇപ്പൊ അടിപൊളി
നോക്കട്ടെ. എങ്ങനെയാണ്? ആ ഹലോ, അടിപൊളി ബ്ലാക്ക് വെൽവെറ്റ് ആണോ? എന്താണിത്? സിൽക്കോ? അങ്ങനെ സിൽക്കിന്റെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഡെവിലിറ്റി ഒരുങ്ങിയിട്ടുണ്ട്. ഞാൻ അടിപൊളിയാവട്ടെ എത്ര വേഗം. ഓക്കെ, കല്യാണത്തിന് പോവാൻ നമ്മൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പുറത്ത് വീട്ടിലത്തെ നിശ്ചയാണ്, നമ്മൾ റെഡി ആയിട്ടുണ്ട്. അത് പോയി നോക്കി നോക്കട്ടെ. വീഡിയോയിൽ ഞാൻ എന്തൊക്കെ പാടാ ഡെബിലൂട്ടർ റൂമിലേക്കാട് പോയിട്ട് എന്താ ഡെബിലൂട്ട് നല്ല മേക്കപ്പ് ഉണ്ടായി. ഇവിടെ എല്ലാ ഫൗണ്ടേഷനും ഇവിടെ എല്ലാ ഫൗണ്ടേഷൻ ഞാൻ വാരി വലിച്ച് തേച്ച് മേക്കപ്പിലുള്ള ഐഡിയ അറിയാതെ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടേ ഓൺ വോയിസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെ വീഡിയോ പൂട്ടിക്കിട്ടി പെട്ടിയിലാക്കേണ്ടി വരും. അതുകൊണ്ട് നമുക്ക് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് വോയിസ് ഓവർ മതി കേട്ടോ. നമ്മൾ തൊട്ടടുത്ത വീട്ടിലത്തെ പട്ടാമ്പിത്തെ വീട്ടിൻ്റെ തൊട്ടടുത്ത വീട്ടിലത്തെ മോളുടെ നിക്കാഹിൻ്റെ തലേ ദിവസമാണ് ഇന്ന്. അപ്പം നമുക്ക് ഞാൻ ഈ നിക്കാഹിൻ്റെ കാര്യങ്ങളുണ്ടെന്ന് അറിഞ്ഞ് വന്നതല്ല കേട്ടോ. അപ്പം ഞാൻ വീട്ടിൽ വന്നിട്ട് നെബിലിട്ടർ ഡ്രസ്സൊക്കെ എടുത്തിട്ട് നമ്മളിങ്ങോട്ട് ഫംഗ്ഷന് വേണ്ടി വരികയാണ് ചെയ്തത്. നമ്മൾ അവിടുത്തെ നമ്മൾ തൊട്ടടുത്ത വീട്ടിലത്തെ കുറച്ച് പേര് മാത്രമല്ല, നല്ലൊരു ഫംഗ്ഷനായിരുന്നു അത് കേട്ടോ. അതുകൊണ്ട് കുറേ ആൾക്കാർ ബഹളമോ കാര്യങ്ങളോ ഒന്നുമില്ല, നല്ലൊരു നീറ്റായ ഫംഗ്ഷനായിരുന്നു. നല്ല അടിപൊളി ഫുഡും ഉണ്ടായിരുന്നു. പിന്നെ ബുഫേ അല്ലേ, അപ്പോൾ എടുത്ത് കഴിക്കാനും നല്ല രസമായിരുന്നു. ഞാനും ഇനി മോളും നിബിലുട്ടിയും സായിക്കുട്ടി അസൂട്ടനും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളെല്ലാവരും നന്നായിട്ട് ഫുഡെല്ലാം കഴിച്ചു. നല്ലൊരു അടിപൊളി ഫംഗ്ഷനായിരുന്നു. നമുക്ക് ഇന്നിമോളെ കല്യാണം ഉണ്ടാകുമ്പോഴും ഇനി ഇതുപോലെ ഒരു മിനിമലായിട്ടുള്ള ഫംഗ്ഷൻ നടത്തണം എന്നാണ് ഇപ്പോൾ എൻ്റെ ആഗ്രഹം. അപ്പോൾ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് അവിടെ നല്ല പായസം കൊടുക്കുന്നുണ്ടായിരുന്നു, നല്ല ഗോതമ്പ് പായസം. അതൊക്കെ ഞാൻ പായസമൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞപ്പോൾ നിബിലുട്ടി അവിടെ ഉണ്ട് കോഫി ഓർഡർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനും വേഗം ഒരു കോഫി ഞാനും ഓർഡർ ചെയ്തു. ബുഫേ കല്യാണമാകുമ്പോൾ ഇങ്ങനെയൊക്കെ ഒരു രസമുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ഇങ്ങനെ അവിടെ പോയിട്ട് ഇങ്ങനെ ഓർഡർ ചെയ്തിട്ട് നമുക്കിങ്ങനെ കാത്തു നിന്നിട്ട് അതിങ്ങനെ കുടിക്കാമല്ലോ. അത് ഞങ്ങളെല്ലാവരും കൂടിയ കാരണം കൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും അത് നല്ല എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഫംഗ്ഷനായിരുന്നു. ഇനി നിങ്ങൾക്ക് സംശയം ഉണ്ടാവും എന്നെ ഒരു കല്യാണത്തിന് തലേ ദിവസം വിളിച്ചിരുന്നോ എന്നുള്ളത്. നമ്മൾ തൊട്ടടുത്ത വീട്ടിലത്തെ ആൾക്കാരാണ്. ഇനിയിപ്പോൾ എന്നെ സ്പെഷ്യലായിട്ട് വിളിച്ചോളണം എന്ന് എനിക്കൊരു നിർബന്ധമൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ ഫംഗ്ഷനൊക്കെ നല്ല കളർഫുള്ളാക്കി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും നമ്മൾ വീട്ടിൽ നിന്ന് കൊടുക്കുന്ന പൈനാപ്പിൾ ഉപ്പിലിട്ടതില്ലേ, അതെല്ലാം നമ്മൾ എല്ലാവരും കൂടി ഇരുന്നിട്ട് അങ്ങനെ കഴിച്ചു. കുറേ വർത്തമാനം പറഞ്ഞിരുന്നു. രാത്രി ആയപ്പോൾ ഞാൻ എൻ്റെ ടൂത്ത് ബ്രഷ് ഇവിടെ ഈ കൂടയിലാക്കിയിട്ട് കൊടുന്നു വെച്ചിട്ടുണ്ട്. അപ്പോൾ ബ്രഷ് നമുക്ക് എന്നും ഇവിടെ ഉണ്ടാവും. അപ്പോൾ നമ്മളങ്ങനെ പല്ലൊക്കെ തേച്ച് രാത്രി നല്ല സുഖമായിട്ട് കിടന്നുറങ്ങി. പിന്നെ അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ നമ്മൾ എഴുന്നേറ്റ് എല്ലാവരും നല്ല ഒരുങ്ങി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇന്ന് നിബിലുട്ടിക്ക് കോഴിക്കോട് ഫംഗ്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞില്ലേ, അതിന് വേണ്ടി പോകാൻ ഞങ്ങളെല്ലാവരും റെഡി ആയി വന്നിരിക്കുകയാണ്. ഇത് നമ്മൾ നിബിലുട്ടിയുടെ അലമാരയിൽ നിന്ന് എടുത്തൊരു ഡ്രസ്സാണ് കേട്ടോ. അത് ഷൈരിയാത്താൻ്റെ എഴുന്നാണ് നിബിലുട്ടി പറഞ്ഞത്. അങ്ങനെ ഞാൻ ഈ ഡ്രസ്സ് നിബിലുട്ടി ഇട്ടിട്ടേ കണ്ടിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ ഈ ഡ്രസ്സ് നല്ല അടിപൊളിയായിട്ട് എനിക്ക് ചേരുന്നുണ്ടെന്ന് എല്ലാവരും പറഞ്ഞു. എനിക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഡ്രസ്സ്. എങ്ങനെയെങ്കിലും നിബിലുട്ടൊന്ന് ഇത് അടിച്ചു മാറ്റണം. അതെ, ഓക്കെ ഓക്കെ, ഞങ്ങൾ പോയിട്ട് വരാം കേട്ടോടാ. അസുട്ടാ ഓക്കെ, ടാറ്റാ ഡാഡി, ടാറ്റാ മമ്മി, ടാറ്റാ. നിബിലുട്ടി നീ പിന്നിലല്ലോ കയറാറ് കാറിന്റെ. അങ്ങനെ നിർബന്ധമുണ്ടോ? എനിക്ക് കാറിൻ്റെ ഫ്രണ്ട് സീറ്റ് കിട്ടിയിട്ടുണ്ട് ഗായ്സ്. എനിക്ക് കുടുംബത്തിൽ കാറിൽ പോകാനൊക്കെ കുറച്ച് പേടിയൊക്കെ ഉള്ള ആളായി, സ്പീഡൊക്കെ പേടിയുള്ള ആളായ കാരണം കൊണ്ട് എനിക്ക് മിക്കവാറും കാറിൻ്റെ ഫ്രണ്ട് സീറ്റൊക്കെ കിട്ടാറുണ്ട്. അങ്ങനെ ഇപ്രാവശ്യം നമുക്ക് കാറിൻ്റെ ഫ്രണ്ട് സീറ്റൊക്കെ കിട്ടിയിരിക്കുകയാണ്. അമ്മേ കാത്തോളെ. ഞങ്ങളെല്ലാവരും കോഴിക്കോടേക്ക് പോകുന്ന ദിവസമേ നമ്മൾ ഇലക്ഷൻ്റെ റിസൾട്ട് വന്ന ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ റോഡിൽ പലവിധങ്ങളായ കൊടികൾ പറത്തിയിട്ട് പല ആൾക്കാർ പോകുന്നു, പടക്കം പൊട്ടിക്കുന്നു. ഇതിനിടക്ക് ഞങ്ങൾക്ക് പറ്റിയ ബുദ്ധിമുട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഒരുപാട് നേരം ബ്ലോക്കിൽ പെട്ടുപോയി. ബ്ലോക്കിൽ പെട്ടിട്ട് എല്ലാവർക്കും നന്നായിട്ട് വിശക്കുന്നു ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറേ നേരം വണ്ടിയിൽ തന്നെ ഇരുന്നിട്ട് ആകെ ടയേർഡായി. പക്ഷേ ഈ ബ്ലോക്കില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പട്ടാമ്പിയിൽ നിന്ന് ഒരു 1.5 മണിക്കൂറോട് നമുക്ക് കോഴിക്കോട് എത്താൻ പറ്റുന്നുണ്ട് കേട്ടോ. കാരണം അത്രയും നല്ല സ്മൂത്ത് റോഡാണ്. ഓ മക്കളെ, ഇതാണ് നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞ ആ റോഡ്. മറ്റേ അടിപൊളി റോഡ് അല്ല, കേരളത്തിന്റെ അല്ല, മുഖ്യമന്ത്രി പറഞ്ഞ റോഡ്.
പിന്നെ നമ്മൾ ഏകദേശം നമ്മൾ ജ്വല്ലറിക്കാണല്ലോ അതിൻ്റെ പ്രൊമോഷൻ്റെ ഷൂട്ടിന് പോണത്. അപ്പോൾ അതിൻ്റെ മുമ്പ് ഞങ്ങളെല്ലാവരും കൂടെ നല്ലൊരു ഷെയ്ക്ക് എല്ലാം കുടിച്ചു കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് പോകണമെന്നായിരുന്നു നമ്മൾ ആദ്യത്തെ പ്ലാന്. പക്ഷേ ഫുഡ് കഴിക്കാനുള്ള സമയം ഉണ്ടായിരുന്നില്ല. നമ്മളിനി ഫുഡ് കഴിക്കാനും കൂടി ഇരുന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ജ്വല്ലറിക്ക് എത്തുന്ന സമയം ഒരുപാട് വൈകും. അത് കാരണം ഞാൻ ആപ്പിൾ ഷേക്ക് കുടിച്ചു, നിവിലുട്ടി എൻ്റെ മോളൊക്കെ മാംഗോ ഷേക്ക് കുടിച്ചു. പക്ഷേ മാംഗോ ഷേക്കായിരുന്നു കൂടുതൽ രസം. അതുകൊണ്ട് ഞാൻ നിവിലുട്ട മാംഗോ ഷേക്കും എൻ്റെ ആപ്പിൾ ഷേക്കും ഞാൻ ഒറ്റയ്ക്ക് കുടിച്ചു. അങ്ങനെ നമ്മൾ കോഴിക്കോട് എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് നിവിലുട്ടിക്ക് പ്രൊമോഷൻ ഉള്ളത്. പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മളെല്ലാവരും കൂടി ഇങ്ങോട്ട് എഴുന്നള്ളിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ഇവിടെ വന്നപ്പോഴേ എല്ലാവരെയും കാണാൻ വല്ലാത്തൊരു ഭംഗി. നമ്മൾ വന്നിരുന്ന ജ്വല്ലറി കോഴിക്കോട് മെറാൾഡ ജ്വല്ലേഴ്സ് ആയിരുന്നു. അടിപൊളി ജ്വല്ലറി കേട്ടോ. അവിടുത്തെ ആഭരണങ്ങളാണെങ്കിൽ അതിലേറെ അടിപൊളി. ഇനി ഞാൻ പ്രൊമോഷൻ പറയല്ല, കാരണം അവിടുത്തെ ആഭരണങ്ങളൊക്കെ ഭയങ്കര എന്താ പറയുക, ഡിസൈനർ പീസ് ഉണ്ടാവില്ലേ, അങ്ങനത്തെ ആഭരണങ്ങളാണ്. ഭയങ്കര പണക്കാർക്ക് പോയിട്ട് വാങ്ങിക്കാൻ പറ്റുന്ന, കണ്ണടച്ചിട്ട് എടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഡിസൈൻസാണ് അവിടെ. ഭയങ്കര വലിയ ജ്വല്ലറി. പിന്നെ ഞങ്ങൾക്ക് അവിടെ നിന്നൊരു ജ്യൂസ് തന്നു കേട്ടോ. അത് നമ്മൾ ഗോവയും കിവിയും എന്തൊക്കെ പഴവും ചേർത്തുള്ളൊരു ജ്യൂസ്. ആ ജ്യൂസ് നല്ല അടിപൊളി ജ്യൂസ്. അങ്ങനെ ഞങ്ങൾ ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞ് എല്ലാവരും നല്ല വിശന്ന് പൊരിഞ്ഞിരിക്കുകയാണ്. ഞങ്ങളിവിടെ ഇനി ഫുഡ് കഴിച്ചിട്ടുള്ളൂ, ബാക്കി വർത്താനം. അങ്ങനെ പിന്നെ ഞങ്ങൾ നല്ലൊരു റെസ്റ്റോറൻറ്റിലേക്ക് നന്നായിട്ട് ഫുഡ് കഴിക്കാൻ പോയിട്ടോ. നിവിലുട്ടർ കൂടെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഓള് നമുക്ക് നല്ല കൈ അയച്ച് നല്ല നല്ല അടിപൊളി ഫുഡ് വാങ്ങിച്ചു തരും. അതല്ല നിവിലുട്ടി വിളിക്കുമ്പോൾ ഞങ്ങൾ ചാടി പുറപ്പെട്ട് വരുന്നത്. അങ്ങനെ ഞങ്ങൾ പോണ ദിവസം വന്നു. വാപ്പ ഞങ്ങൾക്ക് നല്ല കുരുമുളക് പൊട്ടിച്ച് തന്നിട്ടുണ്ട്. എടാ കുരുമുളക് കാണിച്ചാ, കിട്ടിയ കുരുമുളകെല്ലാം അനുമോള് ബാഗിലാക്കി നിറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ പോകുമ്പോൾ നല്ല വെള്ളരിക്കും ഇതിൻ്റെ ഉള്ളിൽ കാണിക്ക് ഞങ്ങൾ തിരിച്ചു പോകുമ്പോൾ മുട്ട, വെള്ളരിക്ക. ഇന്നുമോള് ബ്രേക്ക്ഫാസ്റ്റിന് മുട്ട ഉണ്ടായിരുന്നു, അത് കഴിക്കാൻ ഇന്നുമോൾക്ക് താല്പര്യമില്ലാഞ്ഞിട്ട് ഉമ്മ കൊടുത്തതാണ്. അങ്ങനെ നമ്മൾ പട്ടാമ്പിത്തെ വിരുന്നെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പോവുകയാണ്. ഇനി നേരെ നമ്മൾ അങ്ങാടിപ്പുറത്തേക്ക് പോയി യാത്ര പുറപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പോട്ടെ ഗായ്സ്, എല്ലാവരോടും ടാറ്റ. അടുത്ത പ്രാവശ്യം വീണ്ടും സന്ധിക്കുന്നവരെ വണക്കം. അമ്മി ഞങ്ങൾ പോയി. അല്ല, ഇപ്പം നമ്മൾ എല്ലാ ശനി ഞായറും വരുന്നുണ്ട്, അത് ശ്രദ്ധിച്ചോ? കുറേ ദിവസമായി ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ ശനി ഞായറും നല്ല രസമുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. ഇപ്പം മിക്കവാറും ശനി ഞായർ വീട്ടിലേക്ക് പോകണ കാരണം കൊണ്ട് മനസ്സിന് ഭയങ്കര പോസിറ്റീവ് എനർജി കിട്ടുന്നുണ്ട്. പിന്നെ അനുമോളെ നമ്മൾ ഉള്ള വീട്ടിലേക്ക് ആക്കി കൊടുത്തു കേട്ടോ. പിന്നെ നമ്മൾ നേരെ നമ്മൾ വീട്ടിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. സായിക്കുട്ടിക്ക് എക്സാമൊക്കെ ഉണ്ട്. എക്സാമൊക്കെ അല്ലേടാ, തുണികളൊക്കെ അന്നോട്ട് പോകുമ്പോൾ വിരിച്ചിട്ടിട്ട് പോയതാണ്. ഐശ്വര്യമായിട്ട് വീടിൻ്റെ വാതിൽ തുറക്കുന്നത് നമ്മുടെ സ്വന്തം ഇന്നുമോൾ. എവിടെയൊക്കെ പോയിട്ട് നമ്മളെ വീട്ടിലേക്ക് തിരിച്ചു കഴിയുമ്പോഴത്തെ ഫീൽ വേറെ തന്നെ അല്ലേ. എന്നാൽ വീടിന്ന് വൈൻഡപ്പ് ചെയ്താ, ഇവിടെ ഒന്ന് വീടിന്ന് വൈൻഡപ്പ് ചെയ്താ. ഓക്കെ, ഒന്ന് ഉഷാറിന് വൈൻഡപ്പ് ചെയ്യേ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമുക്കിനി അടുത്ത വിശേഷമായിട്ട് ഉടനെ കാണാം. നമ്മുടെ സായിക്കുട്ടിയുടെ ബർത്ത്ഡേ ആണ് അടുത്ത വിശേഷം അല്ലേ. അപ്പോൾ അതുവരെ നല്ല പ്രിയ കൂട്ടുകാർക്കും